ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതൊരു സൺഡേ ഈവനിങ് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോയതാണ്. മോളുടെ ബർത്ത്ഡേ വരുന്നത് കൊണ്ട് ഒരു ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ പോയത്. അപ്പം ഞങ്ങൾ സൺഡേ ആക്ച്വലി ചേട്ടൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഫ്രീ ആയിട്ട് വന്നിട്ട് 7 മണിയായി വൈകിട്ട്. അപ്പോൾ 7 മണിക്ക് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ രാത്രിത്തേക്കുള്ള ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഇന്ന് രാത്രിത്തേക്ക് റൈസാണ് എടുത്തത്. റൈസും ഫിഷ് കറി ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, രസം ഒക്കെ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒതുക്കി ഓഫ് ചെയ്യേണ്ടതൊക്കെ ഓഫ് ചെയ്ത് എൻ്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് ചെക്കിംഗ് ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അങ്ങനെ പിന്നെ ഞാനും പോയി ഒന്ന് റെഡിയായി വന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് റെഡിയായി എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതാ ലോക്ക് ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ ആദ്യം പോയത് ട്രിവാൻഡ്രം പോത്തീസിലോട്ടാണ്. മോൾക്ക് ബർത്ത്ഡേ വരുന്നത് കൊണ്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോത്തീസിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രം പോത്തീസ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പം പോത്തീസിലോട്ട് പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ലിപ്പർ സെക്ഷൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, അങ്ങനെ മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ഞങ്ങൾ പോയത് നേരെ അവിടെയുള്ള കിഡ്സ് സെക്ഷനിലോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അവിടെ പോയപ്പം കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല ആടി സെയിലിൻ്റെ ഓഫേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. സോ അങ്ങനെ അപ്പം വൈഡ് വെറൈറ്റീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ കുറേയൊക്കെ നോക്കി. പിന്നെ പെൺകുട്ടികൾക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സെലക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടനും മോളും അവിടെ അത് വേണോ ഇത് വേണോ ഭയങ്കര സെലക്ഷൻ വാസ് ഗോയിങ് ഓൺ. ഞാനും അതുപോലെ ഒന്ന് രണ്ടെണ്ണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. പെൺകുട്ടികളെന്ന് പറയുമ്പോൾ ഫ്രോക്കുണ്ട്, സ്കേർട്ടുണ്ട്, ജീൻ ആൻഡ് ടീഷർട്ടുണ്ട്, ടോപ്പുണ്ട്, പിന്നെ ലെഹങ്ക ടൈപ്പ്, ചുരിദാർ, അങ്ങനെ വൈഡ് വെറൈറ്റീസ് തന്നെ ഉണ്ട്. 50% ഓഫ്, അങ്ങനെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം അവൾക്ക് ഇഷ്ടപ്പെട്ട് അവൾ ട്രയൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രയൽ റൂമൊക്കെ ബിസി ആയിരുന്നു, നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് ടീഷർട്ട്സ് അവളുടെ സൈസിന് ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഫ്രോക്ക് വേണമെന്നുള്ളൊരു തീരുമാനത്തിലായി. അങ്ങനെ ഒരു ഡിസിഷൻ അങ്ങനെ ആയിട്ടില്ല. പിന്നെ ഞാൻ ഈ പാർട്ടി ഗൗൺസ് ഉണ്ടായിരുന്നു, നല്ല വെസ്റ്റേൺ ഫ്രോക്സും ഗൗൺസൊക്കെ. അപ്പോൾ അതിൽ ഏതെങ്കിലും നോക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ഡ്രസ്സ്. ആക്ച്വലി ഈ കളറില്ല, അങ്ങനെ ഈ ഒരു ഗൗണാണ് അവൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അട്ടക്കുളങ്ങര രാമചന്ദ്രയിലാണ് പോയത്. ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ അറിയാം, അവിടെ ഒരു ചെറിയ നമ്മളുടെ കോമൺ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബർത്ത്ഡേക്ക് അവൾക്ക് മേടിച്ച ഗിഫ്റ്റ്. ഈ 2 ബോക്സിലും ഡ്രസ്സ് തന്നെയാണ് ഞങ്ങൾ മേടിച്ചത് അവൾക്ക്. അതായത് വീട്ടിൽ അല്ലാതെ യൂസിനും അല്ലാതെ അവൾക്ക് ബർത്ത്ഡേക്ക് ഇടാനും ഒക്കെ ആയിട്ട് 2 പിന്നെ ബോക്സസിലും ഡ്രസ്സ് തന്നെയാണ്. ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്യുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഇതെന്തായാലും നമുക്ക് ബർത്ത്ഡേ വ്ളോഗൊക്കെ ആയിട്ട് ഇനി എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു.